ഹലോ ഹായ് നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലിറ്റിൽ സ്റ്റാർസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കൊച്ചു കുഞ്ഞുങ്ങളുടെ കഴിവും അവരുടെ പ്രതിഭയൊക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരു വലിയ വേദിയാണ് ജയ്ഹിന്ദ് ടി വി ഒരുക്കിയിട്ടുള്ളത് ലിറ്റിൽ സ്റ്റാർസിലൂടെ. അപ്പോൾ ലിറ്റിൽ സ്റ്റാർസിലൂടെ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ അഭിലാഷങ്ങളും ഒക്കെ പൂർണ്ണിയാൻ കിട്ടുന്ന വലിയൊരു വേദിയാണ് ജയ്ഹിന്ദ് ടി വി ഒരുക്കുന്ന ഈ ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറയുന്ന വലിയൊരു ഫ്ലോർ. അപ്പോൾ ഏതായാലും ഇന്ന് ലിറ്റിൽ സ്റ്റാർസിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അവരുടെ ആംബിഷനൊക്കെ പറയാനുമായിട്ട് നല്ലൊരു ഗായികയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു കുട്ടി ഗായിക അർച്ചന വി എസ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇപ്പൊ 10th കഴിഞ്ഞു അല്ലേ? 10th കഴിഞ്ഞു, ഇപ്പൊ 11th-ലേക്കായി. ഏതാ എടുത്തിരിക്കുന്നത്? ബയോമാത്സ്. മാത്സ് ആണോ കൂടുതൽ ഇഷ്ടം? മാത്സ് ഇഷ്ടം അങ്ങനെയില്ല, ബട്ട് ഓക്കെ ആണ്. എല്ലാവർക്കും ഈ കണക്കെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ 10th വരെ കഴിഞ്ഞാൽ മാത്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ യാത്രയിൽ മുഴുവനും മാത്സ് ഉണ്ട്. മാത്സിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് അർച്ചന? ഇഷ്ടമുണ്ട്. അപ്പൊ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോവാറുണ്ട് അല്ലേ? സമയം കിട്ടാറുണ്ടോ? അതോ പ്രോഗ്രാംസിന് ഇടയ്ക്ക് ക്ലാസ് ഒക്കെ മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട്, ബട്ട് അത് ഞാൻ ടാലി ചെയ്യും. ഈ കർണാട്ടിക് പഠിക്കുന്നുണ്ട് അല്ലേ? പഠിക്കുന്നുണ്ട്. എത്ര നാളായിട്ട് പഠിക്കുന്നു? 6 years ആയി. 6 years ആയിട്ട് പഠിക്കുന്നുണ്ട്. കർണാട്ടിക് കുറച്ച് പാടുള്ള ഒരു ടഫസ്റ്റ് ഏരിയ ആണല്ലോ അല്ലേ? നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ള മ്യൂസിക് നമ്മൾ പാടുമ്പോൾ കർണാട്ടിക്കിന്റെ ആ ഒരു ചായ്വ് വരാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് ഇത്? എല്ലാ പാട്ടും പാടുന്ന ആളാണ് അർച്ചന എന്ന് എനിക്കറിയാം. അപ്പൊ ഇതെങ്ങനെയാ ടാലി ചെയ്ത് പോകുന്നത്? സർ, ഓരോ മ്യൂസിക്കിനും ഓരോ ലെവൽ ഓഫ് സിംഗിങ് ആയതുകൊണ്ട് ഇറ്റ്സ് ഓൾവേസ് ബിക്കോസ് ഓഫ് പ്രാക്ടീസ് വഴി മാത്രം. സാധകമൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്? നോട്ട് ഓൾവേസ്, ബട്ട് യെസ്. പാടിയാണ് സാധകം ചെയ്യുന്നത് അല്ലേ? ആരുടെ കീഴിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? വോയിസ് ഓഫ് ഇന്ത്യ സ്കൂൾ ഓഫ് മ്യൂസിക്കില് സുമിത്ര ടീച്ചർ എന്ന് പറയുന്ന മാം ആണ്. പിന്നെ സന്ധ്യ മാം ഉണ്ട്. ഡയറക്ടർ YS ബാബു സാറും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ശരി. അപ്പൊ അടിപൊളിയായിട്ട് ലൈഫ് പോണു. പാട്ടിനെ സ്നേഹിച്ച് പാട്ടിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എന്താ ആവണമെന്നാണ് ആഗ്രഹം? എനിക്ക് കാർഡിയോളജിസ്റ്റ് ആകണമെന്നാണ് ആഗ്രഹം. ബട്ട് സൈഡ് വേ പ്രൊഫഷൻ സിംഗിങ്ങും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. അപ്പൊ പാടുന്ന ഡോക്ടറായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏത് നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങിയാലോ? ശരി. ഞാൻ തുളസി കതിർ നുള്ളി എടുത്ത് എന്ന് പറയുന്ന പാട്ട്. കൃഷ്ണനാണോ ഇഷ്ടപ്പെട്ട ദൈവം? ആണ്. ശരി, പാടി. കതിർ നുള്ളി എടുത്ത് കണ്ണാ 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 കണ്ണാ. അനുപല്ലവിയുടെ ആവാമായിരുന്നു. കണ്ണാ 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 തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണെന്നൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കണ്ണാ. സൂപ്പർ. എങ്ങനെയാണ് പാട്ടിലേക്കുള്ളൊരു യാത്ര? വീട്ടിലെ അച്ഛനും അമ്മയും ആരെങ്കിലും പാടുന്ന ആൾക്കാരാണോ? എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയും രണ്ടുപേരും നന്നായിട്ട് പാടും. അപ്പൊ അത് കേട്ടാണ് വളർന്നത്. സോ as it is, ഞാൻ പാട്ട് കേട്ട് വളർന്ന് അതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തു സെൽഫ് തന്നെ. കുഞ്ഞിലെ മുതൽ മോള് പാടുമായിരുന്നോ? ഞാൻ സെക്കൻഡിൽ വെച്ചാണ് പാടുമെന്ന് മ്യൂസിക് ടീച്ചേഴ്സ് റെക്കഗ്നൈസ് ചെയ്തത്. അതിനുശേഷമാണ് ഒരൊക്കെ റോട്ടറി കോമ്പറ്റീഷനിൽ എനിക്ക് പാടാനുള്ള ഒരു ചാൻസ് കിട്ടി. അതിൽ ഫസ്റ്റ് ആയിരുന്നു. സോ അതിനുശേഷം എൻ്റെ അമ്മയും അച്ഛനും രണ്ടുപേരും വോയിസ് ഓഫ് ഇന്ത്യ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ എന്നെ ചേർത്തു. അങ്ങനെയാണ് മ്യൂസിക് ലോകത്തേക്ക് കൂടുതൽ അല്ലേ വരുന്നത്. ഇപ്പോൾ ഒരു 6-7 വർഷമായിട്ട് മോള് കർണാട്ടിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കർണാട്ടിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് ടഫായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കുമോ? അതോ പെട്ടെന്ന് തന്നെ ടീച്ചർ പറയുന്നത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാ? ഗ്രാസ്പിംഗ് സ്കിൽസ് ഒക്കെ പ്രാക്ടീസിലൂടെയാണ് വരുന്നത്. ബട്ട് ടീച്ചിങ് സ്റ്റൈൽ, ടീച്ചേഴ്സ് എങ്ങനെ ടീച്ച് ചെയ്യുന്നു അത്ര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് വീട്ടിൽ പോയിരുന്നിട്ട് കൂടുതൽ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ. പെട്ടെന്നെല്ലാം പഠിക്കാൻ പറ്റി. അങ്ങനെ
ഏതിലൊരു ക്ലാസിക്കൽ നമുക്ക് കേട്ടാലോ? യെസ്. അരുൾ സിംഗാരവേലനേ ദേവാ, അരുൾ സീരാടും മാർബോട് വാ, സിംഗാരവേലനേ ദേവാ. ചെന്തൂരിൽ നിன்றாடும் ദേവാ, തിരുച്ചെന്തൂരിൽ നിன்றாடும் ദേവാ, മുല്ലൈ സിരിപ്പോടും മുഖത്തോട് നീ വാ വാ, അഴകിയ സിംഗാരവേലനേ ദേവാ, ഗമപനി സിംഗാരവേലനേ ദേവാ. ജാനകിയമ്മ പാടിയ പാട്ടല്ലേ? ജാനകിയമ്മയാണ് ഇഷ്ടപ്പെട്ട ഗായിക? ജാനകിയമ്മ ഇഷ്ടമാണ്. കൂടുതൽ KS ചിത്ര മാം ആണ്. ശരി ശരി. ചിത്രേച്ചിയുടെ പാട്ടുകളാണ് കൂടുതലും കേൾക്കണേ അല്ലേ? മോളിപ്പോ പാടി സെമി ക്ലാസിക്കൽ ആയിരുന്നു. നീ പ്യൂർ ക്ലാസിക്കൽ ഏതെങ്കിലും പാടാൻ ഓർമ്മയുണ്ടോ? അപ്പോ പാടാൻ പാടും. മവസഥ ജനനീ, മവസഥ ജനനീ, അംബ മവസഥ ജനനീ, അംബ മവസഥ ജനനീ, महिषासुरसूदनी अम्ब मवसथ जननी, महिषासुरसूदनी अम्ब मवसथ जननी. നവരാത്രി കാലമാണ് ഇപ്പൊ കഴിഞ്ഞത്. മോൾ എങ്ങനെ നവരാത്രിക്ക് എന്തെങ്കിലും ഈ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ചെയ്തിരുന്നു അല്ലേ? മ്യൂസിക് സ്കൂളിൽ ഉണ്ടായിരുന്നു. പിന്നെ ടെമ്പിളിൽ അങ്ങനെ ഇല്ല. അങ്ങനെ പോയിട്ടില്ല. ഒറ്റ മോളാണോ? അല്ല, എനിക്കൊരു ബ്രദർ ഉണ്ട്. ബ്രദർ എങ്ങനെയാ, പാടുവോ? അവൻ പാടില്ല, അവന് കൂടുതൽ സ്പോർട്സിലാണ് താല്പര്യം. ശരി. അപ്പൊ പാട്ട്, സ്പോർട്സ് ഒക്കെ ഉണ്ട് വീട്ടിലല്ലേ? ഈ പറഞ്ഞ എപ്പോഴും ഈ പഠിത്തത്തിന്റെ ഒരു തിരക്കിലായിരിക്കുമല്ലോ. എപ്പോഴും നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതിനോടുള്ള മ്യൂസിക് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ എല്ലാത്തിനും ടൈം മോള് മാറ്റി വെക്കുന്നത്? എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ്റെ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് പാടാറുണ്ട്. പിന്നെ മോർണിംഗ് എഴുച്ചിട്ട് ഒരു 5 o'clock ഒക്കെ ഇങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ വോയിസ് ഓപ്പൺ ആവും. സോ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ റിയാലിറ്റി ഷോ ഒക്കെ നമ്മൾ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിനകത്ത് ജഡ്ജസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ ചില പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ഒതുക്കി പാടേണ്ടടുത്ത് ഒതുക്കണം അല്ലേ? ചില സംഗതികൾ ക്രിസ്പായിട്ട് വീഴണം. അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അതെല്ലാം വരുള്ളൂ. ഇപ്പോൾ ചിത്രേച്ചിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എന്ന് പറഞ്ഞു. ചിത്രേച്ചി പാടിയിട്ടുള്ള പല പാട്ടുകളും നമുക്ക് സാധാരണക്കാർക്കൊക്കെ പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും സംഗതികൾ ചിത്രേച്ചി ഇട്ട് പാടി വെക്കുന്ന സംഗതികളൊക്കെ അല്ലേ? പലപ്പോഴും നമ്മളത് ഒരുപാട് ടൈം നമ്മളത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ തൊണ്ടയിൽ വഴങ്ങുള്ളൂ. അങ്ങനെ ചിത്രചേച്ചി പാടി വെച്ചിട്ടുള്ള പാടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാട്ട് നോക്ക് ഏതായിരിക്കും ചോദിച്ചാൽ പാടാൻ പറ്റുന്നത്? മൗനസരോവരം എന്ന ഗാനമാണ്. നല്ലൊരു പാട്ടാണ്, കേൾക്കാം നമുക്ക്. മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു, കനകാങ്കുലിയാൽ തമ്പുരുമീട്ടും സുരസുന്ദരിയാൽ യാമിനി പോലും പാടുകയായി മധുഗാനം. മായാ മൗനസരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു,
നന്നായിട്ട് പാടി. ലൈറ്റ് മ്യൂസിക് ഒക്കെ മോൾ എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? ലൈറ്റ് മ്യൂസിക് ഞാൻ ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടില്ല. ബട്ട് ഇപ്പോൾ സ്കൂളിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അതിനു വേണ്ടി പഠിച്ചതാണ്. ലളിതഗാനങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. എങ്ങനെയാ കേൾക്കുന്നത്? യൂട്യൂബിൽ പോയി നോക്കുവോ? യൂട്യൂബില് ഇങ്ങനെ കോഴ്സ് ഒക്കെ ഉണ്ട്, അത് നോക്കി പഠിക്കാറുണ്ട്. പഴയ ഒരുപാട് നല്ല ലളിതഗാനങ്ങളുണ്ട്. നമ്മുടെ എം ജി രാധാകൃഷ്ണൻ സാറൊക്കെ ചെയ്തിട്ടുള്ള നല്ല നല്ല പാട്ടുകളുണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടോ? പഴയ ദൂരദർശനിലും ആകാശവാണിയിലൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. ഘനശ്യാമം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന പാട്ടുകൾ, അതൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിന് പഴയ ലളിതഗാനങ്ങൾ ഓർമ്മയുണ്ടോ? അതോ പുതിയതാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഇപ്പോ റീസെന്റ് അല്ല, ബട്ട് ഇൻ ബിറ്റ്വീൻ പാടിയിട്ടുള്ള ഒരു രാധിക മാം പാടിയ ഒരു പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നിങ്ങൾ പാടിയുണർത്തുമീ രാഗതരങ്ങളിൽ ആരാമമുണരാതെ വരുമോ ഏതോരാപ്പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ നീർമാതളം പോക്കും നിലയുടെ സംഗീതം പ്രണയനിലാവിൻ ലയതാളം നീർമാതളം പോക്കും നിലയുടെ സംഗീതം പ്രണയനിലാവിൻ ലയതാളം എത്രയോ ഭാവത്തിൽ ഏതോ രാഗം നിറയും ഹൃദയം തരുമോ നീ എത്രയോ ഭാവത്തിൽ ഏതോ രാഗം നിറയും ഹൃദയം തരുമോ നീ ഏതോ രാപ്പാടി പാടും പാട്ടിൻ്റെ രാഗഭാവങ്ങളെ. തമിഴൊക്കെ എങ്ങനെ മോള്? തമിഴ് സോങ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഞാൻ ആദ്യമായിട്ട് പാടിയത് ഒരു തമിഴ് പാട്ടായിരുന്നു. തമിഴും ഹിന്ദി എല്ലാ ലാംഗ്വേജും മോള് പാടും അല്ലേ? ഹിന്ദി സ്റ്റേജിൽ ഞാൻ അങ്ങനെ പാടിയിട്ടില്ല, തമിഴ് നിറയെ പാടിയിട്ടുണ്ട്. തമിഴ് നമ്മൾ നേരത്തെ കേട്ടു. ഏതെങ്കിലും വേറൊരു ഇഷ്ട ഗായികയുടെ പാട്ട് നമുക്ക് കേൾക്കാം. சின்ன சின்ன வண்ணக்கோயில் கொஞ்சி கொஞ்சி கூவுதம்மா புரியாத ஆனந்தம் புதிதாக ஆரம்பம் புரியாத ஆனந்தம் புதிதாக ஆரம்பம் கூத்தாடும் தேன் முட்டு நானா நானா சின்ன சின்ன வண்ணக்கோயில் கொஞ்சி கொஞ்சி கூவுதம்மா மன்னவன் பேரை சொல்லி மல்லிகை சூடிக்கொண்டேன் மன்மதன் பாடல் ஒன்று நெஞ்சுக்குள் பாடிக்கொண்டேன் சொல்லத்தான் இன்னியும் இல்லையே பாஷைகள் என்னவோ ஆசைகள் எண்ணத்தின் ஓசைகள் மாலை சூடி மஞ்சம் தேடி ஆமாலை சூடி மஞ்சம் தேடி காதல் தேவன் சந்நிதி காண 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 சின்ன சின்ன வண்ணக்கோயில் கொஞ்சி கொஞ்சி கூவுதம்மா. സൂപ്പർ സൂപ്പർ. എപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകളാണ് മോള് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ മെലഡീസ് ആണോ കൂടുതലും ഇഷ്ടം? മെലഡീസ് ഇഷ്ടമാണ്, കൂടുതൽ ഇഷ്ടമാണ്. ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
ഇതുവരെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പം വെറൈറ്റി സോങ്സ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം നമുക്ക് ഒരു വേഴ്സറ്റൈൽ സിംഗർ ആവണം എന്നുണ്ടെങ്കിൽ എല്ലാ തരം പാട്ടുകളും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് കൂടി കുറച്ച് സമയം മാറ്റി വെക്കുക കേട്ടോ. പാട്ട് കേൾക്കാറുണ്ട്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലേ? ത്രോട്ട് പോകുന്ന പേടിച്ചിട്ടാണോ? അങ്ങനെയല്ല, പെട്ടെന്ന് കേൾക്കുമ്പോ പാടാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയാണ്. നമുക്കിപ്പോ ഒരുപാട് ഭാഷകൾ അറിയാമല്ലോ. എവിടെയാ താമസിക്കുന്നതെന്ന് പറഞ്ഞ? പാറശാല ബോർഡറിലാണ്, തമിഴ്നാട്. തമിഴും അറിയാം അല്ലേ? അപ്പൊ ഈ പറഞ്ഞ തമിഴാണ് കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന തമിഴ് ഭാഷയാണോ? അല്ല, മലയാളം ആണ് സംസാരിക്കുന്നത് വീട്ടില്. തമിഴും യൂസ് ചെയ്യാറുണ്ട് സ്കൂളില്. ഓക്കെ. വെസ്റ്റേൺ പാടുന്നു കേട്ടല്ലോ. പാടും കേട്ടാലോ? No, it takes to fool this town. I'll do it till the sun goes down and all through the night time. Oh yeah, I'll tell you what you wanna hear. Leave my sunglasses on while I shed a tear. It's never the right time. Oh yeah, I put my hammer on, show you how strong I am. I put my hammer on, I'll show you that I am. I'm unstoppable. I'm a Porsche with no brakes. I'm invincible. I've been every single game. I'm so powerful. I don't need batteries to play. I'm so confident. I'm unstoppable today. Unstoppable today. Unstoppable today. Unstoppable today. I'm unstoppable today. സ്കൂളിലെ സ്റ്റാർ ആണോ? പാട്ട് പാടുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഒരു ഫംഗ്ഷൻ വന്നാലും എല്ലാത്തിലും പാട്ട് പാടുന്ന ആൾക്കാർക്കായിരിക്കുമല്ലോ കൂടുതൽ പ്രിഫറൻസ് കിട്ടുക. നമുക്ക് അങ്ങനെയാണ്. എന്താ സ്കൂളിൽ ഒരു ഈ പറഞ്ഞ പോലെ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കാറുണ്ടോ? ഫെസ്റ്റിവലിനും ആനിവേഴ്സറിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. സ്കൂൾ ലീഡർ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല. ഈ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പായിട്ട് പാടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ? ഗ്രൂപ്പ് സോങ്സ് ഒക്കെ അവരെ കോർഡിനേറ്റ് ചെയ്ത് പാടിക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, അതിന് ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ ചാൻസ് കിട്ടാറില്ല. ശരി. ഇനി വേറൊരു പാട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും മോളുടെ ഓർമ്മയിലേക്ക് വരുന്നത്? తెలిసి నగుమో ఓ ముఖనలే నీనజ అలి తెలిసి నన్ను ప్రో వరద శ్రీ రఘువరణి నగుమో ఓ మోకనలే నీనజాలి తెలిసి నన్ను బ్రో వరద శ్రీ రఘువరణి నగుమో ఓ మోకనలే നീനജാ. പാട്ടല്ലാതെ മോൾ എന്തൊക്കെയാ ഹോബീസ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ഹോബീസ് ആയിട്ട് ആങ്കറിങ് ചെയ്യാറുണ്ടായിരുന്നു സ്കൂളില്. പിന്നെ ഡ്രോയിങ് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. ഓയിൽ പെയിന്റിംഗ് ആണോ എന്താ ചെയ്യുന്നത്? അല്ല, പെൻസിൽ ഡ്രോയിങ് ആണ്, ഷെയ്ഡിങ്ങില്. കുറെ വീട്ടിൽ വരച്ച് സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ ഡാൻസ് അല്ലാതെ പ്രോഗ്രാംസ് വരുമ്പോൾ ഉള്ള ഒരു താല്പര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ഡാൻസ് വീട്ടിലും സ്കൂളിലും ഒന്നും പഠിക്കാറില്ല. പിന്നെ ഒരു പെറ്റുണ്ട്, ക്യാറ്റിന്റെ കൂടെ കളിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് വീട്ടിലെ ഹോബീസ് അല്ലേ? അച്ഛനും അമ്മയൊക്കെ ഈ പറഞ്ഞ പഠിക്കാനാണോ കൂടുതൽ, അല്ലെങ്കിൽ പാട്ടിന് കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ടോ? ഏതിനായിരിക്കും അച്ഛനും അമ്മയും വഴക്ക് പറയുന്നത് കൂടുതലും? സ്റ്റഡീസ് വന്ന് ഡിഫറെൻ്റ് ആണ്. ദ ഹോബി ദാറ്റ് ഈസ് സിംഗിങ് എന്ന് അതിൽ വളരെ ഡിഫറെൻ്റ് ആണ്. സോ എക്സാംസ് വരുമ്പോൾ മാർക്ക് കുറയുമ്പോഴാണ് വഴക്ക് കിട്ടുന്നത്. അല്ലാതെ ഞാൻ പഠിക്കും, വീട്ടിൽ പോയിട്ട് പഠിക്കുന്നതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. സോ അത്ര പഠിക്കുന്നതിൽ വഴക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോഗ്രാംസ് വരുമ്പോൾ
പാട്ട് പഠിക്കാൻ പറയും, കൂടുതൽ സ്ട്രെസ് ചെയ്യും പാട്ടിലായിരിക്കും. ആരായിരിക്കും കമ്പൽ ചെയ്യുന്നത്, അമ്മയാണോ അച്ഛനാണോ? അമ്മ. അമ്മയാണ്. അമ്മയ്ക്കാണ് കൂടുതൽ കലാകാരി ആകണം എന്ന് ആഗ്രഹമുള്ളത് അല്ലേ? ഇപ്പൊ മോള് പറഞ്ഞു ഡോക്ടർ ആകണം എന്ന് പറഞ്ഞു, പാടുന്ന ഡോക്ടർ ആകണം എന്നാണ് ആഗ്രഹം അല്ലേ? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് വൈദ്യശാസ്ത്രത്തിലൊക്കെ നമുക്ക് മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിങ് തന്നെയുണ്ട്. മ്യൂസിക്കിലൂടെ പേഷ്യൻസിനെയൊക്കെ ചികിത്സിക്കാനും ട്രീറ്റ് ചെയ്യാനും അവരുടെ അസുഖമൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിലും കൂടി ഒന്ന് മോള് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ നമുക്ക് എപ്പോഴും മോള് ഒരു പാട്ട് കേൾക്കുമ്പോൾ വളരെ കാമായിട്ട് വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദി പോലെ ആവുന്നത് ഏത് പാട്ട് കേൾക്കുമ്പോഴാണ്? അല്ലെങ്കിൽ മോൾ എപ്പോഴും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? കൂടുതൽ കേൾക്കുന്നത് ഇംഗ്ലീഷ് സോങ്സ് ആണ്. ഇംഗ്ലീഷാണ് കൂടുതൽ, അങ്ങോട്ടാണ് ചായ്വ് അല്ലേ? ഏതായിരിക്കും മോള അങ്ങനെ കേൾക്കുന്ന പാട്ട്? ഫ്രോസൺ സിനിമയിലെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന സോങ് ആണ് കൂടുതൽ ഇഷ്ടം ഇംഗ്ലീഷില്. ഇപ്പൊ ഒന്ന് കേട്ടാൽ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ആ പാട്ട്. Snow clouds white on the mountain tonight, not a footprints to be seen. A kingdom of isolation, and it looked like Santa Queen. The wind is howling like the swirling storm inside. Couldn't keep it in, heaven knows I've tried. Don't let them in, don't let them see. Be the good girl you always had to be. Conceal, don't feel, don't let them know. Well, now they know. Let it go, let it go. Can't hold it back anymore. Let it go, let it go. Turn away and slam the door. Here I stand, and here I stay. In the storm rains on, the cold never bothered me anyway. മോളുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, അച്ഛനും അമ്മയും ബ്രദർ അല്ല, അനിയനാണോ ചേട്ടനാണോ? അനിയനാണ്. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യണു? അച്ഛൻ എക്സ് ആർമിയാണ്, അമ്മ വിശ്വഭാരതി സ്കൂളിലെ കെമിസ്ട്രി ടീച്ചർ ആണ്. പിന്നെ ടീച്ചറിന്റെ വില്ലനസ് ഒക്കെ എടുക്കാറുണ്ടോ അമ്മ വീട്ടില്? ഉണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആണോ അമ്മ? അമ്മ നല്ല സ്ട്രിക്റ്റ് ആണ്, അച്ഛനും ഒരേപോലെ സ്ട്രിക്റ്റ് ആണ്, ബട്ട് കൂടുതൽ അമ്മയാണ്. ബ്രദർ ഇപ്പോ 5th അനിയന്റെ പേര് അർഷിത് വിയസ്. അർഷിത്, ഓക്കെ. അതുപോലെ മോളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരായിരിക്കും? എനിക്ക് ഫസ്റ്റ് മ്യൂസിക്കിലെ ഇൻസ്പിറേഷൻ KS ചിത്ര മാം ആണ്. ചിത്രേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. കാണാനുള്ള ഭാഗ്യം കിട്ടട്ടെ. വെസ്റ്റേൺ മ്യൂസിക്കില് അരിയാന ഗ്രാൻഡെ എന്ന് പറയുന്ന സിംഗർ ആണ്. ഷീസ് എ പോപ്പ് സിംഗർ. അങ്ങനത്തെ 2 പേര് ആണ് ലൈഫിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലേ? അപ്പൊ ഇനി ചിത്രേച്ചിയുടെ ഒരു പാട്ട് കൂടി പാടിക്കൊണ്ട് നമുക്ക് എന്തായാലും ചിത്രചേച്ചി അത്രയേറെ ഇഷ്ടപ്പെടുന്ന മോക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. നല്ലൊരു ഗായികയായിട്ടും അതിനോടൊപ്പം നല്ലൊരു ഡോക്ടറുമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈഫിലെ പാട്ട് ഇടയ്ക്ക് വെച്ച് നിർത്താതെ ലൈഫിൽ മുഴുവൻ പാട്ട് കൂടെ ചേർത്ത് പിടിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. അർച്ചന VS എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച് മോളെ. താങ്ക് യു.